ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് ടു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ചെയ്യുന്നതാണ് ബെഡ് മേക്കിംഗ്. അത് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ആക്കാറേ ഇല്ല. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചത് യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടൻസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ പേരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഷൂട്ട് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം കുടിക്കും, നോർമൽ വാട്ടർ കുടിക്കും. അതിന് ശേഷമാണ് ഞാൻ സ്കിൻ കെയറിലേക്ക് കിടക്കുന്നത്. സ്കിൻ കെയർ ഇപ്പോൾ ഞാൻ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാറില്ല. തീരെ വയ്യെങ്കിലും ഞാനിപ്പോൾ തീരെ സ്കിപ്പ് ചെയ്യാത്തൊരു പാർട്ടാണ് സ്കിൻ കെയർ. കാരണം സ്കിൻ കെയർ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ എനിക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ഒരു എംപ്റ്റിനെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി ഒരു 10 o'clock ഒക്കെ ആയി ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല ലേറ്റ് ആയിട്ടായിരുന്നു ഇന്നലെ രാത്രി കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റതും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കുറച്ച് ടൈം ഡിലേ ആയി. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചായ കുടിച്ചു. ആൻഡ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹെയർ കെയർ ആണ്. ഹെയർ കെയർ ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നത്. ഒരു അനിയൻ എടുത്തിട്ട് ഞാനത് കട്ട് ചെയ്ത് ഞാൻ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കും. നല്ലോണം, അതായത് വാട്ടറൊന്നും ഞാൻ ചേർക്കില്ല, നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യും. ഇതാണ് ഞാൻ ഇത്രയും നാളായിട്ടും യൂസ് ചെയ്യുന്ന എൻ്റെ ഹെയർ ഓയിൽ. ഞാൻ വേറെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഹെയർ ഓയിൽസും യൂസ് ചെയ്യുന്നില്ല. ഈ ജാസ്മിൻ്റെ നല്ല ഫ്രാഗ്രൻസ് ആണ് അതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിയൻ ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ അതിൻ്റെ ജ്യൂസ് ഞാൻ എടുത്ത് ആ ബോട്ടിലേക്ക് ആക്കി വെക്കുന്നതാണിത്. പിന്നെ ഇന്ന് എനിക്കൊരു മീഷോൻ്റെ പാഴ്സൽ വന്നിട്ടുണ്ടായി. ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ട്രാവലിനൊക്കെ പോകുമ്പോൾ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ആക്സറീസ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ചെറിയ ഓരോ സ്റ്റോറേജ് ബോക്സസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ പ്രൈസും ലിങ്കൊക്കെ കൊടുത്തിട്ട് ഞാൻ പറയാം. ഇതെനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായി. കാരണം നമ്മൾ എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ലോണ്ട്രി ഡ്രസ്സസും അതുപോലെ ആക്സറീസൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ നല്ല എളുപ്പമാണെന്ന് തോന്നി. ദെൻ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ്നപ്പായി എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായി, ഒരു ബാങ്കിൽ പോകാനുണ്ടായി. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾ എൻ്റെ നേരത്തെ വ്ളോഗ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായി. ആൻഡ് ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്, കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മിനിമൽ മേക്കപ്പ് റൊട്ടീനാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് ഒട്ടും ഓർഗനൈസ്ഡ് അല്ല എൻ്റെ മേക്കപ്പ് ബോക്സ്. കാരണം എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡീഓർഗനൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ആൻഡ് ദെൻ ഞാൻ റെഡിയായി മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, കുറച്ച് കാജൽ, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം പുറത്തേക്ക് പോകാൻ നേരത്ത് ഇറങ്ങിയപ്പോഴൊന്നും അത്ര മഴ ഉണ്ടായില്ല. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വരും എന്നൊന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ബട്ട് എനിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും പോകേണ്ട ഒരു അർജൻസി ഉണ്ടായിരുന്നു. ദെൻ അവിടെ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 o'clock ആയി. ആൻഡ് അവിടെ സെക്യൂരിറ്റി പറഞ്ഞു 2:30 അവർ ഫുഡ് വെച്ചിട്ട് വരുള്ളൂ. സോ ഭയങ്കര പോസ്റ്റ് ആയിരുന്നു അവിടെ. കുറേ നേരം പോസ്റ്റായിട്ട് അവിടെ ഇരുന്നു. ഓൾമോസ്റ്റ് 2:30 കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാഫ് എല്ലാവരും വന്നു. ആൻഡ് ഈ ഒരു പാസ്ബുക്ക് കളക്ട് ചെയ്യാനായിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയത് 5 മിനിറ്റാണ്. ബട്ട് ഞാൻ അവിടെ സ്പെൻഡ് ആക്കിയത് ഒരു 1.5 hour എങ്കിലും ടൈം ഞാൻ സ്പെൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് ടു ഈവനിങ് റൊട്ടീൻ. ഓൾമോസ്റ്റ് 4 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.